ഇനി ഞാൻ പറയാൻ പോണത് ടോപ്പ് റിച്ചസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ് ആണ്. അത് ഞാൻ പറയാം. ടോപ്പ് 10 തന്നെ നമുക്ക് എടുക്കാം. എന്തായാലും 10 വെച്ചാണ് ഞാൻ പറഞ്ഞു പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ നോക്കാം. ഇതിൻ്റെ എത്രയാണ് അതിൻ്റെ റവന്യൂവും കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ടോപ്പ് 10 ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ്, റിച്ചസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ്. പിന്നെ എസ്റ്റിമേറ്റഡ് നെറ്റ് വേർത്ത് അതും കൂടെ നമ്മൾ പറയുന്നുണ്ട്. എത്ര പൈസയാണ് സമ്പാദിക്കുന്നത്, ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും. എത്ര പൈസയാണ് സമ്പാദിക്കുന്നത്, കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണണം. ഫുള്ള് കണ്ടാൽ മാത്രമേ ആരാണ് 10ാം സ്ഥാനം, ആരാണ് 1ാം സ്ഥാനം എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ ഇതിൻ്റെ എല്ലാം പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് 10ാം സ്ഥാനം മുതൽ 1ാം സ്ഥാനം വരെ, എന്നാലും അതിനൊരു ത്രില്ലുള്ളൂ. അത് കാരണം ഞാൻ ബാക്കിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങുകയാണ്, എന്നിട്ട് നമുക്ക് പറയാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെയൊക്കെ അറിയായിരിക്കും. അത്രയും ഫേമസ് ആയ ആൾക്കാർ തന്നെയാണ്. അവർ തന്നെയാണ് റിച്ചസ്റ്റ് ഇൻ ദ വേൾഡും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ് ഇതൊക്കെ, എന്തായാലും നിങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. വിരാട് കോഹ്ലി കാണും, മറ്റേത് കാണും, ഇത് എല്ലാവരും. പക്ഷേ ഇതൊക്കെ ഏത് സ്ഥാനമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ ആരാണ് ഫേവറേറ്റ് ക്രിക്കറ്റർ എന്നെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. എന്നിട്ട് ഓരോന്നായിട്ട് പറയാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കാര്യങ്ങളിലോട്ട് എത്താം. എന്തായാലും ഫസ്റ്റ് എനിക്ക് ടോപ്പ് 10 10ാം സ്ഥാനത്തുള്ളത് ക്രിസ് ഗെയിലാണ്. നമ്മളെ വെസ്റ്റ് ഇൻഡീസ് കളിക്കാരൻ. അറിയാം, അടിച്ച് 6 എന്നൊക്കെ പറഞ്ഞാൽ തകർക്കണതാണ്. നമ്മൾ RCBയിലെ പ്ലെയർ ആയിരുന്നു, കിങ്സ് 11 പ്ലെയർ ആയിരുന്നു, IPL എല്ലാം അറിയാം. അപ്പം 10ാം സ്ഥാനത്തുള്ള ക്രിസ് ഗെയിലാണ് നമ്മളെ വെസ്റ്റ് ഇൻഡീസ് കളിക്കാരൻ. അപ്പം അതിൻ്റെ എസ്റ്റിമേറ്റ് പൈസ എന്ന് പറഞ്ഞത്, നെറ്റ് വേർത്ത് എന്ന് പറയണത് $45 മില്യൺ കിട്ടുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ എത്ര പൈസ എന്നാലോചിച്ചു, $45 മില്യൺ. അതുകൊണ്ട് 10ാം സ്ഥാനത്തുള്ളത് ക്രിസ് ഗെയിലാണ്. ഇനി നമുക്ക് 9ാം സ്ഥാനത്തുള്ളത് ജാക്ക് കാലിസ് ആണ്. സൗത്ത് ആഫ്രിക്കൻ പ്ലെയറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൾറൗണ്ടർ, മികച്ച ഓൾറൗണ്ടറാണ്. ബൗളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും. പിന്നെ IPL KKRന് വേണ്ടിയാണ് കളിച്ചത്, നമുക്കെല്ലാം അറിയാം. തകർത്ത ഒരു ഓൾറൗണ്ടറാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയും. അപ്പം അവർ സമ്പാദിക്കണമെന്ന് പറഞ്ഞാൽ $48 മില്യനാണ് അവർ സമ്പാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9ാം സ്ഥാനത്ത് ജാക്ക് കാലിസാണ്. പിന്നെ സ്റ്റീവ് സ്മിത്താണ് 8ാം സ്ഥാനത്ത്. 8ാം സ്ഥാനത്തുള്ളത് സ്റ്റീവ് സ്മിത്ത്, ഓസ്ട്രേലിയൻ പ്ലെയർ. അവർ സമ്പാദിക്കുന്നത് $50 മില്യനാണ്. ഓസ്ട്രേലിയൻ പ്ലെയറാണ്. 50 മില്യൺ നമുക്കെല്ലാവർക്കും അറിയാം. മികച്ച താരമാണ്. ഓസ്ട്രേലിയയുടെ ടെസ്റ്റിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആണ്. ഇപ്പം മികച്ച് നിൽക്കുന്ന റിക്കി പോണ്ടിങ്ങിനെ ഇതാക്കാൻ വേണ്ടി റിക്കി പോണ്ടിനെ ആക്കിയത് എനിക്ക് തോന്നുന്നു അത് ജോ റൂട്ടാണ്, ഇതല്ല. പക്ഷേ സ്റ്റീവ് സ്മിത്ത് അത്ര മികച്ച പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഓസ്ട്രേലിയൻ ടെസ്റ്റ് ടീമിനും എല്ലാം കൊണ്ട് ODI ടീമിൽ നിന്നും വിരമിച്ചു. അപ്പം അങ്ങനെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ 7ാം സ്ഥാനത്തുള്ളത് ഷെയ്ൻ വാൺ, ഓസ്ട്രേലിയൻ പ്ലെയറാണ്. അവർ സമ്പാദിക്കുന്നത് നെറ്റ് വർത്ത് എന്ന് പറയുന്നത് $50 മില്യൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരും അത്രയാണ് സമ്പാദിക്കുന്നത്. ഓസ്ട്രേലിയൻ പ്ലെയർ ബെസ്റ്റാണ്. പക്ഷേ ഇപ്പം മരണപ്പെട്ടു പോയി. ഒരു ഹാർട്ടിൽ എന്തോ ഒരു ഡിസീസ് വന്ന് പെട്ടെന്ന് മരിച്ചത്, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല, അന്ന് അങ്ങനെ എന്തോ ആണ് കേട്ടത്. നമ്മളെ രാജസ്ഥാന് വേണ്ടി പുള്ളിക്കാരൻ ക്യാപ്റ്റനായിട്ട് കപ്പെടുത്തതാണ് ഫസ്റ്റ് സീസൺ. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. പിന്നെ ഓസ്ട്രേലിയക്ക് വേണ്ടി മികച്ച സ്പിന്നറാണ്. എല്ലാവരെയും കടത്തി വെക്കുന്ന സ്പിന്നറാണ്. അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ 7ാം സ്ഥാനത്തുള്ളത് ഷെയ്ൻ വാണാണ്. അപ്പം 6ാം സ്ഥാനത്ത് ഇതെല്ലാവർക്കും അറിയാം, രോഹിത് ശർമ്മ. ഇന്ത്യയിലെ രോഹിത് ശർമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ $55 മില്യനാണ് നെറ്റ് വർത്ത് സമ്പാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും അടിപൊളി കളിക്കാരനാണ്. ഇന്ത്യക്ക് വേണ്ടി T20 വേൾഡ് കപ്പിലെ ചാമ്പ്യനായിരുന്നു. നമ്മളെ 2023 വേൾഡ് കപ്പിലെ ഫൈനലിസ്റ്റ്. പക്ഷേ ഇനിയിപ്പം 2027 അതും നമ്മളെ കളിക്കുമെന്നാണ് കേൾക്കുന്നത്. നമുക്കെന്തായാലും കണ്ടു തന്നെ അറിയണം. എന്തായാലും രോഹിത് ശർമ്മയാണ് $55 മില്യനാണ് സമ്പാദിക്കുന്നത്. ഇനിയാണ് മെയിൻ ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. 5 മുതൽ 1 വരെ നമുക്കിനി നോക്കാം ആരൊക്കെയാണ്. അപ്പോൾ 5ാം സ്ഥാനത്തുള്ളത് ബ്രെയിൻ ലാറ, ദ ലെജൻഡ് വേണമെങ്കിൽ പറയാം. ബ്രെയിൻ ലാറ എന്ന് പറയാം. വെസ്റ്റ് ഇൻഡീസിലെ ബ്രെയിൻ ലാറ
പുള്ളിക്കാരൻ സമ്പാദിക്കുന്ന 60 മില്യനാണ് വേൾഡിൽ സമ്പാദിക്കുന്നത്. അത്ര അടിപൊളി, അത്രയും പ്ലെയറുമാണ്. അതിൻ്റെ 400 എന്നുള്ള ഡിജിറ്റ് അടിച്ച ആദ്യത്തെ ഒരു വ്യക്തിയാണ് ക്രിക്കറ്റിൽ. അത് ബ്രെയിൻ ലാറയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ. അപ്പം അതാണ് ബ്രെയിൻ ലാറ വെസ്റ്റ് ഇൻഡീസ്. അപ്പോൾ പിന്നെ 4ാം സ്ഥാനത്ത്, ഇനി ടോപ്പ് 4 എത്തിയിട്ടുണ്ട്. 4ാം സ്ഥാനത്തുള്ള റിക്കി പോണ്ടിങ് ആണ് ഓസ്ട്രേലിയയിൽ. $17 മില്യനാണ് റിക്കി പോണ്ടിങ് സമ്പാദിക്കുന്നത്. അത്രയും അടിപൊളിയാണ്. പിന്നെ IPL കോച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തായാലും മികച്ച പ്ലെയറാണ്. ഓസ്ട്രേലിയക്ക് ടോപ്പ് തന്നെ പറയാം. ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ടോപ്പ് പ്ലെയറാണ് റിക്കി പോണ്ടിങ്. ഇനി ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. ഇതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആരാണ് ടോപ്പ് 3? എൻ്റെ മോനെ, ടോപ്പ് 3യിലുള്ളത്, 3ാം സ്ഥാനത്തുള്ളത് വിരാട് കോഹ്ലിയാണ്. ഇന്ത്യയിൽ നിന്ന് സമ്പാദിക്കുന്നത്, നിങ്ങൾക്കെല്ലാം കേട്ടാൽ ഞെട്ടും. വിരാട് കോഹ്ലി അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അച്ഛനെ വരെ കടത്തി കെട്ടി ഓടിയതിൽ മികച്ച് നിൽക്കുന്ന പ്ലെയറാണ്. ഇപ്പം നമ്മൾ അനുഷ്ക ശർമ്മയുടെ ഹസ്ബൻഡാണ്. എല്ലാം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി ഇപ്പോഴും നമ്മളെ ടീമിന് വേണ്ടി കളിക്കുക, RCBക്ക് വേണ്ടി ഇപ്പോഴും കളിക്കുക. ക്വാളിഫയറിലൊക്കെ എത്തിയിട്ടുണ്ട്, പ്ലേ ഓഫ്സിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. റിക്കി പോണ്ടിങ്ങിനെ പറയുന്നത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി സമ്പാദിക്കുന്നത് $125 മില്യൺ. എൻ്റെ മോനെ, നെറ്റ് വെറുതെ കേട്ടാൽ നമ്മളതിനെ ഞെട്ടിപ്പോവും. ഇനി ടോപ്പ് 2 എത്തിയിട്ടുണ്ട്. 2-1. ഇതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് നമ്മളെല്ലാവർക്കും പ്രിയങ്കരനായ MS ധോണി, നമ്മളെ CSKയുടെ തല. അത് കാരണം ധോണിയാണ് നമ്മളെ ഇന്ത്യക്ക് വേണ്ടി 2-3 ICC ട്രോഫികൾ നേടിയിട്ടുണ്ട്. T20, വേൾഡ് കപ്പ്, പിന്നെ ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി എല്ലാം നേടി തന്ന ഒരേ ഒരു ക്രിക്കറ്റ് ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് തന്നെ ധോണിയാണ്. ധോണി സമ്പാദിക്കുന്നത് $127 മില്യനാണ് സമ്പാദിക്കുന്നത്. പിന്നെ 1ാം സ്ഥാനത്തിന് എല്ലാവരും വെയിറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ്. അത് ആരായിരിക്കും? ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആൾ ഇന്ത്യയാണ്. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഗോഡ്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയിലെ ബെസ്റ്റ് ക്രിക്കറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വിരാട് കോഹ്ലി ഇഞ്ചോടി നിൽക്കണമെങ്കിലും ഒന്നും പറയാനില്ല. എപ്പോഴും നമ്മുടെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ. അതിനെ ബീറ്റ് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കറാണ്. നെറ്റ് വർത്ത് പറയണത് $170 മില്യൺ. അത്രയും പൈസ സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയാണ്. പിന്നെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും IPLും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ഇത് ഒരു അക്യുമുലേറ്റഡ് പൈസയാണ്. പക്ഷെ എന്തായാലും ഇത്രയൊക്കെയാണ്. എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയാം. ക്രിസ് ഗെയിൽ 10ാം സ്ഥാനം, 9ാം സ്ഥാനം ജാക്ക് ഹാരിസ്, 8ാം സ്ഥാനം സ്റ്റീവ് സ്മിത്ത്, 7ാം സ്ഥാനം ഷെയ്ൻ വാൺ, 6ാം സ്ഥാനം രോഹിത് ശർമ്മ, 5ാം സ്ഥാനം ബ്രെയിൻ ലാറ, 4ാം സ്ഥാനം റിക്കി പോണ്ടിങ്, 3ാം സ്ഥാനം വിരാട് കോഹ്ലി, 2ാം സ്ഥാനം MS ധോണി, 1ാം സ്ഥാനം സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ നിങ്ങളെ ഇതിലെ ഫ്ലേവർ ക്രിക്കറ്റ് ആരാണ്? നിങ്ങൾക്ക് വേറെ വല്ല അഭിപ്രായങ്ങളുണ്ടോ? ഇതാണ് ഫേവററ്റ്, ഇതാണ് അവർ സമ്പാദിക്കുന്ന വില. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവർ ക്രിക്കറ്റിൻ്റെ കമൻറ്റിലൂടെ അറിയിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.